കരിമ്പനയിൽ നിന്നുള്ള നൊങ്ക്, വേറെ എന്തൊക്കെ പേരുണ്ടെന്ന് അറിയില്ല കേട്ടോ. ഞാനൊന്ന് കഴിച്ച് നോക്കിയിട്ട് ഒരുപാട് കാലം മുന്നേ കഴിച്ചതായിരുന്നു. അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഒന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ച് ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ. അന്ന് എനിക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നെയാണ്. ഒന്നുകൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു ഗ്ലാസ് വെള്ളത്തിന് 50 രൂപയാന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഏകദേശം ഒരു 4 എണ്ണം വെട്ടിയുണ്ട്. ഇതിൽ നിന്നൊക്കെ എടുത്തിട്ട് വേണം ഒരു ഗ്ലാസ് വെള്ളം ആവാനെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കാന്നുള്ളതൊന്ന് നോക്കല്ലേ. എല്ലാം ഇത് തുറന്നെടുത്ത് അതെല്ലാം കാമ്പാണല്ലോ കാണുന്നത്. നമുക്കൊരു സംശയം ഇതിലെങ്ങനെ വെള്ളം നമുക്കൊന്ന് നോക്കാം. ഇത് ഉടച്ച് വെള്ളമാക്കാണ് സർവത്താ. അതിൽ മധുര ഇരിക്കാ? ഇതിൽ മധുര ഇരിക്കാ? ആ ഓക്കെ. ഇത് കുത്തി അടിച്ച് വെള്ളമാക്കാണ്. അപ്പോൾ ഐസ് ഇട്ടിട്ട് ഐസ് അടിച്ചിട്ടാണ്. സർബത്തും ഐസും മിക്സ് ചെയ്ത് ഇങ്ങനെ ആകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും എന്തായാലും അല്ലേ. അപ്പോൾ ഇത് ഗ്ലാസ്സിൽ ഇങ്ങനെ എടുക്കുകയാണ്. വെള്ളം പോലെയല്ല, നമ്മൾ കരിക്കുന്ന കിട്ടുന്ന വെള്ളം പോലെ അല്ലെങ്കിൽ ഇളനീരിൽ നിന്ന് കിട്ടുന്ന വെള്ളം പോലെ അല്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെ കഴിക്കാത്തവരൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് അതല്ലെങ്കിൽ ഇതെങ്ങനെയാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഇതാണ് കരിമ്പ് നോങ്ങ്. ഇതിൻ്റെ വെള്ളം ഞാൻ വിചാരിച്ചതുപോലെ അല്ല. ഞാൻ വിചാരിച്ചിരുന്നത് നമ്മുടെ ഇളനീരിൽ നിന്നൊക്കെയുള്ള കുടിക്കും പോലെയാണെന്നാണ് കേട്ടോ. പക്ഷെ ആ ഒരു സുഖം ഇതിനുണ്ടാവില്ല എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. കഴിച്ചു നോക്കാം. ദാഹം മാറ്റാൻ ഒരു കുപ്പി വെള്ളം തന്നെ വാങ്ങേണ്ടി വന്നു. കരിമ്പ് നോങ്ങിനെ കൊണ്ട് ദാഹം മാറില്ല എന്ന് മനസ്സിലായി.